ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നല്ല പച്ച പറ്റ കിട്ടിയായിരുന്നേ. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് മുളക് കറി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചുമന്നുള്ളിയും നേരത്തെ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് പാൻ അടുപ്പത്തോട്ട് വെച്ചിട്ട് നമ്മൾ കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമ്മുടെ ഉലുവയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കുക. ഞാൻ ഉലുവ കരിയരുത്, അപ്പോൾ തീ ഇച്ചിരി കുറച്ച് വെച്ചിട്ട് വേണം ഉലുവ ഇടാനായിട്ട്, അല്ലെങ്കിൽ ഉലുവ പെട്ടെന്ന് കരിഞ്ഞു. എന്നിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന വെളുത്തുള്ളിയും നമ്മുടെ ഇഞ്ചിയും നമ്മുടെ ചുമന്നുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കുക. ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് മുരിഞ്ഞ് വരണം. ഒരു ഗോൾഡൻ കളറിലേക്ക് വരുന്ന സമയത്ത് വേണം നമ്മുടെ പൊടികൾ ചേർക്കാനേ. എന്നിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി അതൊന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്കും മഞ്ഞൾപ്പൊടി ചേർക്കാമേ. മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ ചേർക്കുക. മഞ്ഞൾപ്പൊടി ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. മഞ്ഞൾപ്പൊടിയുടെയൊക്കെ ഒരു പച്ചമണം മാറും. മഞ്ഞൾപ്പൊടി നമ്മൾ നല്ലപോലെ മൂത്തിട്ട് മാത്രമേ നമ്മൾ ബാക്കി പൊടികളൊക്കെ ചേർക്കത്തുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു പച്ചമണം നമുക്ക് മാറത്തില്ല, നമുക്കതിങ്ങനെ കിടക്കും. അപ്പോൾ നല്ലപോലെ മഞ്ഞൾപ്പൊടി അങ്ങോട്ട് മൂത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മുളക് പൊടി ഇടുക. മുളക് പൊടി ഞാനൊരു 3.5 ടീസ്പൂണാണ് എടുത്തത്. മുളക് പൊടി ഒരു 3.5 ടീസ്പൂൺ ചേർത്ത് നമ്മുടെ മല്ലിപ്പൊടി ഒരു 1.5 ടീസ്പൂൺ ചേർത്ത് നമ്മളിതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ഇളക്കി ഒന്ന് മൂപ്പിച്ചെടുക്കണം. നല്ല മൂത്ത് കഴിയുമ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കാവുള്ളൂ, അല്ലാതെ ഇങ്ങനെ വെള്ളം ഒഴിക്കരുത്. നല്ല മൂത്ത നിറമൊക്കെ ഒന്ന് മാറി അതിനകത്ത് എണ്ണയ്ക്കകത്ത് കിടന്ന പൊടികളെല്ലാം മൂത്ത പച്ചമണം എല്ലാം ഒന്ന് മാറി ഒരു മണം വരും. നല്ല ആ ഒരു മണം വന്നു കഴിയുമ്പോൾ മാത്രം നമ്മുടെ വെള്ളം ഒഴിക്കണേ. അപ്പോൾ നല്ല ആ മൂത്ത മണം വന്നിട്ടുണ്ട്, പൊടിയെല്ലാം മൂത്ത ആ മണം വന്നേ. അപ്പോൾ നമ്മൾ കുറച്ച് ആവശ്യത്തിനുള്ള പാകത്തിനുള്ള വെള്ളം ഒഴിക്കണേ. വെള്ളം ഒഴിച്ച് ഞാൻ വെള്ളം സാധാരണ തിളച്ചിട്ടല്ല മീനിടുന്നത്. ഞാൻ വെള്ളവും ഒഴിച്ച് മീൻ കഷ്ണവും കൂടെ അങ്ങ് ചേർത്ത് തിളപ്പിക്കത്തേ ഉള്ളൂ. ചിലർ ഞാൻ കണ്ടിട്ടുണ്ട് വെള്ളം തിളച്ചിട്ട് മാത്രമാണ് മീൻ കഷ്ണം ഇടുന്നത്. ഞാനിങ്ങനെ ചെയ്യുന്നത്. നമ്മുടെ മീൻ കഷ്ണം എല്ലാം ഒന്ന് ചേർക്കുക. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പുളി ഇടാൻ മറക്കരുത്. നമ്മുടെ മീൻ പുളി ഇടുക. ഞാനൊരു 3 കഷ്ണം പുളി ഇട്ടിട്ടുണ്ട്. എനിക്ക് മീൻ പുളിയായിട്ട് തന്നെ ഞാനിടും. ഞാനത് ചൂടുവെള്ളത്തിൽ തിളപ്പിച്ച് വെള്ളമൊന്നും ഊറ്റിയിടത്തില്ല. ഞാനിങ്ങനെ ഡയറക്റ്റ് ആ പുളിയായിട്ടിടും. അതും ഇട്ട് നമ്മുടെ മീനിൻ്റെ കഷ്ണം എല്ലാം പെറുക്കി നല്ലപോലെ തിളപ്പിക്കുക. നല്ലപോലെ അങ്ങോട്ട് തിളച്ച് വരണേ. നല്ലപോലെ തിളച്ച് നമ്മുടെ മീൻ പറ്റി വന്നിട്ടുണ്ട്. അടിപൊളി മീൻ കറിയാണേ.